ഹലോ ഫ്രണ്ട്സ്, കാരത്തെ കളിക്കൊണ്ട് ഒരു പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ് ഒരു പ്രാവശ്യം വന്ന് വീടൊക്കെ കണ്ട് സുനന്ദയുടെ സുഭാഷിൻ്റെ വീടൊക്കെ കണ്ടിട്ട് തിരിച്ച് പോയതാണ്. രണ്ടാമതും വരുന്നത് സംബന്ധിച്ചുള്ള വിശേഷമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം സുനന്ദ ഇറങ്ങാൻ നിൽക്കുക, പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് സുനന്ദയുടെ അമ്മ പറയില്ല, ലളിത തൻ്റെ ഭർത്താവിനോട് പറയുക, ഇവക്കൊരു ഒരു വിഷമവും ഇല്ല, നമ്മളെ പിരിഞ്ഞ് പോകുന്നതിന് വിഷമമില്ല, അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇത്ര ധൃതി കൂട്ടി നിൽക്കുകയാണല്ലോ, പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ, ഇവൾക്ക് എന്നാ പറ്റിയെന്നോ, ഇവൾക്ക് എന്നാ പറ്റി, ഇവൾക്കൊരു മനസാക്ഷി ഇല്ലാത്ത പെണ്ണാണ്, ഇവൾ കൂടുതൽ നമ്മളിൽ നിന്ന് അകന്ന് പൊക്കോണ്ട് ഇരിക്കുകയാണല്ലോ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ അവളെ പിരിയുന്ന ഒരു ദുഃഖത്തിൽ നിൽക്കുകയാണല്ലോ ഏട്ടാ എന്നുള്ള രീതി പറയും. എന്നിട്ട് സുഭാഷിൻ്റെ അച്ഛൻ ചോദിക്കും, നീ ഇപ്പോൾ ധൃതി പിടിച്ച് എങ്ങോട്ട് പോകും, ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണമെന്ന് ചോദിക്കും. ഉടനെ അമ്പലത്തില്ല, ഞങ്ങൾ അപ്പുറത്ത് സുഭാഷേൻ്റെ വീട്ടിൽ പോകുന്നതിന് ഉടനെ സുഭാഷിൻ്റെ അച്ഛൻ സുന്ദര അച്ഛൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം, കാരണം ഞാൻ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്, നീ നേരത്തെ അവരുടെ വീട്ടിൽ പോയിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വന്നതല്ലേ, പിന്നെന്തിനാ പിന്നെയും അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും. ഉടനെ പറയാം, ഞാൻ പോയിട്ട് വന്ന, പക്ഷെ കുറച്ച് ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ പോയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിരുന്നിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് പറയാം. അപ്പം നീ മര്യാദയ്ക്ക് ഇരുന്നോണം, ഇനി പോകാൻ പാടില്ലെന്ന് പറയും. ഉടനെ ലളിത പറയുവാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുക, അകത്ത് ആ ചെറുക്കനുണ്ട്, അതായത് നമ്മുടെ മരുമോനകത്തുണ്ട്, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ അവൻ ഇറങ്ങി വരുവാണ്. അതായത് സുനിതയുടെ ഭർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ സുനിതയുടെ ഭർത്താവും പറയുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ അപ്പുറത്താണെങ്കിൽ സുഭാഷും അച്ഛനും സഹോദരങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഒരുക്കങ്ങളൊക്കെയാണ്, ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സുഭാഷിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ വിഷമങ്ങളും കാര്യങ്ങളും നിൽക്കുവാണ്. അതേ സമയത്ത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു മനോഭാവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ആ തിരക്കിനിടയ്ക്ക് എല്ലാം മറന്നു പോകുമല്ലോ എന്നുള്ള രീതി ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് മറക്കുന്നതല്ല, പക്ഷേ എന്നാലും കാര്യങ്ങളെല്ലാം ഓക്കെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവർ ചെല്ലുന്നത്, സുനന്ദയും ഭർത്താവും ചെല്ലുന്നത് വീടിൻ്റെ ബാക്ക് വശത്താണ് ചെല്ലുന്നത്. ബാക്ക് വശത്ത് ചെല്ലുമ്പോഴത്തേക്ക് അതെന്താ ബാക്ക് വശത്ത് ഉടനെ സുന്ദര ഭർത്താവ് ചോദിക്കും, അതെന്താ നീ ബാക്ക് വശത്തൂടെ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറൊന്നല്ല, ഞാൻ എപ്പോഴും ഈ ബാക്ക് വശത്തൂടെ വരുന്നത്, ഇവിടെ ആകുമ്പോഴത്തേക്ക് ബാക്ക് വശം അടുക്കള വശത്ത് നിൽക്കുമ്പോഴത്തേക്ക് സുഭാഷായിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കും, ആ ഫുഡ് ഇതുവഴി ഞാൻ പോയി എപ്പോഴും മേടിച്ചുകൊണ്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ പറയാം. ശരിയെന്ന് പറയാം. അപ്പോഴത്തേക്ക് ഇവരകത്ത് നിന്ന് എല്ലാവരും മുൻവശത്തെ വാതിലെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും അതായത് സുനന്ദേൻ്റെ ഭർത്താവിനും. പക്ഷേ ബാക്ക് വശം നിന്നപ്പോഴത്തേക്ക് സുഭാഷ് ഓടി വന്നിട്ട് പറയും, അവരെല്ലാം ബാക്കി വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ട് വന്ന് ഇവരെ വിളിക്കുകയാണ്, സുനന്ദേൻ്റെ ഭർത്താവിനും വിളിക്കുകയാണ്. അകത്തോട്ട് വന്ന് അവിടെ വന്നിട്ട് നിങ്ങളെന്ന് ഇതിലൂടെ വരുന്നത്, ഞാൻ പതിവ് പോലെ ഇതുവഴിയല്ലേ വരുന്നത്, അതുകൊണ്ടാണ് വന്നതെന്നുള്ള ഇത് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തുക. അതായത് സുനന്ദ ഭർത്താവ് ചോദിക്കാം, നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സുനന്ദ തന്നെ പറയുന്നത്, ഇത് എൻ്റെ അമ്മാവൻ, അതായത് അമ്മയുടെ ആങ്ങളെയാണിത്, അതായത് ഭാസ്കരൻ അമ്മാവനാണിത്, പിന്നെ ഭാസ്കരൻ അമ്മാവൻ്റെ മക്കളാണ് ഈ 4 പേര് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് പിന്നെ സുനന്ദയും പരിചയപ്പെടുത്തുന്നു. സുനന്ദ ആണ് ഇവിടുത്തെ ഏക മരുമോള് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം സുനന്ദ അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി ഇന്ന് സംസാരിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ. അപ്പം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, മോൻ്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞാനിവിടെ ദുബായിലെ ഗൾഫിലെ വർക്ക് എന്നൊക്കെ പറയും. അതെങ്ങനെ ഇവരുമായിട്ട് പരിചയം തിരിക്കുമ്പോഴത്തേക്ക്, അതായത് സുനന്ദയുടെ അച്ഛൻ്റെ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ പരിചയം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ എന്നിട്ട് നിധി സുഭാഷേട്ട എന്നുള്ള രീതി ഓരോ കാര്യത്തിനും വിളിക്കുമ്പോഴത്തേക്ക് സുന്ദര ഭർത്താവ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷിൻ്റെ വൈഫില്ലേ, അല്ല സുഭാഷിനെ എന്താ ഇത് ചേട്ടാന്നൊക്കെ വിളിക്കുന്ന പറയുമ്പോൾ, അയ്യോ ഇത് സുധീഷിൻ്റെ വൈഫാണ്, സുധീഷ് രണ്ടാമത്തെ ആളാണ്, സുനന്ദ പറയണം, സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്, അത് വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിലുള്ളതാണ് കല്യാണം നടന്നത്, അതുകൊണ്ടാണ് അങ്ങനെ, സുഭാഷേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ആണോ സുഭാഷേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലേ, ശരി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് പറയും, സുധീഷ് പറയും, അതിന് നിങ്ങളുടെ കുടുംബത്തിൽ വല്ല പെമ്പിള്ളാരും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയാം, ആകെ ഞങ്ങളുടെ കുടുംബത്തിൽ 2 ആമക്കളുള്ള, ഞാനും 3 ആമക്കൾ, എനിക്ക് ഒരു ചേട്ടനും ഒരു അനിയനും ഉള്ളത്, അപ്പം വേറെ പെമ്പിള്ളാരൊന്നും ഇല്ലെന്ന് പറയാം. ശരി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇതിനുള്ളിലല്ല സുഭാഷ് ഇടയ്ക്ക് സുനന്ദയെ നോക്കുന്നുണ്ട്, സുനന്ദ സുഭാഷിനെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നീറുവാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നീറുവാണ്. പക്ഷെ എന്നാലും കിട്ടിയ സന്തോഷം
അത് കളയാതെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും നോക്കുന്നുണ്ട്. അത് സുഭാഷിനാണെങ്കിൽ സുനന്ദയുടെ ജീവിതത്തിൽ അവർ കാല് പിടിച്ച് തന്നത് അവൾക്കൊരു നല്ല ലൈഫ് കിട്ടുമല്ലേ, അപ്പം നമ്മളായിട്ട് തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അതുപോലെ സുനന്ദയും ചിന്തിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എന്തോ നമ്മൾ നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ട്. സുഭാഷ് ചേട്ടൻ ഒരുപാട് നീറുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അവൾക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും കൂടെ നിൽക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. എന്നിട്ട് അകത്തോട്ട് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവർക്കും വിളമ്പി ഓരോ ഇലയൊക്കെ ഇട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുഭാഷ് വിളിക്കുക, അച്ഛനും വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് കൊടുക്കണം. നീ എന്താ ഈ കാണിക്കുന്നത്, എനിക്ക് പ്ലേറ്റ് ഒന്നും വേണ്ട, എനിക്ക് ഇതാ വേണ്ടത്, അതായത് എനിക്ക് ഞാൻ ഇന്ന് ഇലയിലെ ഉണ്ണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും ഒരു ഇലയൊക്കെ മേടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സുഭാഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സുനത എപ്പോഴും വരുന്നുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ വന്നതിന് ഇവിടെ പ്രത്യേകിച്ച് കാരണമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും സ്ട്രക്കായി നിൽക്കുക. അതായത് സുനന്ദയുടെ ഭർത്താവ് ഇങ്ങനെ നോക്കുക, ഇവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോഴത്തേക്കും നിധി പറയുക, വേറെ നല്ല ഉദ്ദേശിച്ച അവൾ ഈ എപ്പോഴും ഈ അടുക്കള വശത്ത് കൂടെ വരുന്നത് സുഭാഷേട്ടൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. സുഭാഷേട്ടൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അവൾ ഒരുപാട് കാത്തിരിക്കുന്നതാണ്. കാരണം ഉടനെ സുനന്ദ പറയാം, അതെ ഞാൻ സുഭാഷേട്ടൻ വെക്കുന്ന ഫുഡുകളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, ആണോ സുഭാഷേട്ടൻ സുന്ദരയുടെ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴത്തെ പറയാം, അത് ഞാൻ മാത്രമല്ല എൻ്റെ അനിയന്മാരും കൂടി ചേർന്ന് സഹായിക്കുന്നതുകൊണ്ടാണ്, ഞങ്ങളെല്ലാം ഒന്നിച്ച് നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന് പറയും. ശരി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധി സുധീഷിനെ ഇങ്ങനെ കണ്ണ് കാണിച്ചിട്ട് അകത്തോട്ട് വിളിക്കും. ഉടനെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അനിയന്മാരൊക്കെ പറയാം, ഇതിലും വലിയ വിരുന്ന് തന്നെ അകത്ത് കൊടുക്കുന്നുണ്ട്, അതാന്ന് തോന്നുന്നു നിധി വിളിച്ചതനുസരിച്ച് ഏട്ടത്തി വിളിച്ചതനുസരിച്ച് സുധീഷ് പോയെന്നുള്ള രീതിയിൽ പറയാം. എടപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷും ചെറിയ രീതിയിൽ കളിയാക്കി പോകുന്നുണ്ട് അകത്തോട്ട്. അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സുനന്ദ പറയും, അലമാരിൽ നിന്നൊരു സാരി എടുത്തിട്ട് പറയും, ചേട്ടാ സുധീഷ് എനിക്ക് ഇന്ന പോലെ സുനന്ദ അവർ വിരുന്നിന് വേണ്ടി വന്നില്ല, അവർക്ക് കൊടുക്കാനൊന്നുമില്ല, അപ്പം എൻ്റെ കയ്യിൽ ഒരു സാരി ഉണ്ട്, നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, നിനക്കാണെങ്കിൽ ഇത് പുതിയതല്ലേ കൊടുക്കാം, അവൾക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ. പക്ഷേ ഇപ്പം അയാൾക്കൊന്നും കൊടുത്തില്ലെങ്കിൽ, അതായത് സുനന്ദയുടെ ഭർത്താവിനൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് മോശമല്ല. ഒരാൾക്ക് മാത്രം കൊടുക്കുക, അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ആ വ്യക്തിക്ക് കൊടുക്കണം, സുനന്ദയുടെ ഭർത്താവിന് കൊടുക്കണം. അത് പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ഉണ്ടോ, നിൻ്റെ പുതിയ ഡ്രസ്സ് വല്ലതും ഉണ്ടോ, പുതിയ ഡ്രസ്സൊന്നും എല്ലാം പഴയ ഡ്രസ്സായിരിക്കുന്നത് പറയുമ്പോഴത്തേക്കും പഴയ ഡ്രസ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേക്ക്, ഒരു കാര്യം ചെയ്യും, സുധീഷ് തന്നെ പറയും, ഒരു കാര്യമുണ്ട്, അതായത് എൻ്റെ ഡ്രോയ്ക്കകത്ത് അലമാരിക്കകത്ത് ഒരു വാച്ചിരിപ്പുണ്ട്, ഒരുപാട് നാളുകൾ മുമ്പേ മേടിച്ച, അതായത് നല്ല വലിയ ഫംഗ്ഷനിലൊക്കെ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി, ഫംഗ്ഷന് മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മേടിച്ചൊരു വാച്ചുണ്ട്, ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല, അത് കൊടുക്കാൻ തരാം. ശരി, അത് എടുക്കാൻ പറയാം. അങ്ങനെ പുറത്ത് വന്നിട്ട് സുനന്ദയുടെ അടുത്ത് സാരിയും മറ്റേ പുള്ളിയെടുത്ത് ഒരു വാച്ച് കൊടുക്കണം. അവർ പറയും, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കഷ്ടപ്പാടൊന്നുമില്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ, നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിരുന്നിന് വരുന്നു അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് കരുതിക്കൂട്ടി ഇരുന്നതാണ്. അതങ്ങനെയാണ് നിങ്ങൾ വെറും കയ്യിലൊക്കെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഓർക്കുന്നു. അപ്പം സുനന്ദ പറയുന്നുണ്ട്, ശരി എന്തായാലും സുഭാഷേട്ടൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണം, കാരണം ഇനിയിപ്പം സുധീഷിൻ്റെ കല്യാണം നടന്നു പറഞ്ഞ് വെറുതെ ഇരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം സുനന്ദയുടെ ഭർത്താവ് പറഞ്ഞത്, ശരി അങ്ങനെ ഇരിക്കരുത്, രണ്ടുപേരും കല്യാണം കഴിച്ച് ഇനി സുഭാഷേട്ടനും കല്യാണം കഴിച്ച് നിൽക്കുമ്പോഴത്തേക്ക് സുഭാഷേട്ടൻ്റെ കല്യാണത്തിന് വരണമെന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പം സുഭാഷേട്ടൻ്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റുമോ ചേട്ടാ എന്ന് ഉള്ള രീതിയിൽ സുനന്ദ ഭർത്താവിനോട് ചോദിക്കും. അതിനിപ്പോൾ എന്നാ, ഞാൻ ഗൾഫിൽ പോകുന്ന മുമ്പേ സുഭാഷേട്ടൻ്റെ കല്യാണം ഉറപ്പിക്കും, അപ്പോഴത്തേക്കും നമുക്ക് വരാമല്ലോ എന്ന് പറയും. ശരിയാ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, നീ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾക്ക് അവിടെ വീടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീടൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ താമസമായിട്ട് അത്യാവശ്യം ചെറിയ സെറ്റപ്പിലൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്, ഞാൻ കയറി പോകുമ്പോഴത്തേക്ക് സുനന്ദയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സുഭാഷിൻ്റെ കല്യാണത്തിന് കറക്റ്റായിട്ട് പറഞ്ഞു, ഉറപ്പായിട്ട് വരാം, അതിന് പിന്നെ നിങ്ങൾ ഇത്രയും സഹകരിച്ച് നല്ല ആൾക്കാരായിട്ട് നിൽക്കുന്നില്ലേ എന്ന് പറയാം. പിന്നെന്താ, നിങ്ങൾക്ക് അങ്ങോട്ട് വന്നാൽ തന്നെ നിങ്ങളെ കല്യാണത്തിനൊന്നും കണ്ടില്ല എന്നൊക്കെ സുനന്ദയുടെ ഭർത്താവ് ചെയ്യും. വേറെ നല്ല ഞങ്ങൾ, അതായത് സുനന്ദയുടെ അച്ഛൻ, അതായത് ആൾക്കാരുമായിട്ട് നല്ല വീട്ടുകാരുമായിട്ട് ഇച്ചിരി കുഴപ്പത്തിലാണ് നിൽക്കുന്നത്, അവരുമായിട്ട് സഹകരിക്കുന്നില്ല, ഒരു വസ്തുതർക്കം അതും ഇതൊക്കെ തന്നെയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ എന്നാലും നിങ്ങൾ കൊള്ളാം,
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കസിൻ ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീട്ടുകാർ ഞാനും അങ്ങനെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ കസിൻ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നതുകൊണ്ട് നല്ല. ഇപ്പം എൻ്റെ സുന്ദരയുടെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പോലും അവൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ച് ഇവിടെ വിരുന്ന് വരെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ലോ. പക്ഷേ എന്നാലും നിങ്ങൾ കല്യാണത്തിന് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണത്തിന് വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ കല്യാണം വരെ മുടക്കി പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകും, അതുകൊണ്ട് ഇപ്പം സുനന്ദ നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പം സുനന്ദ ഇങ്ങനെ നോക്കുന്നുണ്ട് സുഭാഷിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ശരി, കുഴപ്പമില്ല, എന്താണെങ്കിലും ഇനി നിങ്ങളെല്ലാവരും ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങണം, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങണം എന്നുള്ള രീതിയിൽ സുനന്ദയുടെ ഹസ്ബൻഡ് പറയാം. ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് സുനന്ദ എല്ലാവരും പോകുമ്പോഴത്തേക്ക് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് പോകുന്ന സുനന്ദയെ കണ്ടു നിൽക്കുന്ന സുഭാഷിൻ്റെ നെഞ്ച് പടയുവാണ്. അതായത് അത്രയും നാൾ സ്നേഹിച്ച് സ്വന്തമാകും എന്നുള്ള ഒരു പെണ്ണിനെ വേറൊരു വ്യക്തി സ്വന്തമാക്കി പോകുമ്പോഴത്തേക്ക് ഇനി അവൾ നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ എന്ന് കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ മനസ്സിലുണ്ടാകുന്ന വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ സുഭാഷ്. അപ്പം നിധിക്ക് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ശരിക്കും സുഭാഷ് നല്ല വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിയും തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ പോയിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ഇനി പിന്നെ കാണിക്കുന്ന ബസ്സിന് സുനന്ദയുടെ വീട്ടിലാണ്. സുനന്ദയുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് സുനന്ദയുടെ ഹസ്ബൻഡ് ചോദിക്കുകയാണ്, അവർ നല്ല ആൾക്കാരാണല്ലോ, എന്താ അങ്കിളെ, എന്താ അച്ഛാ ഇങ്ങനെ ഈ അങ്കിളാണ് അച്ഛാ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊന്നും ഞാൻ നോക്കിയില്ലേ. അപ്പം എന്താ ഇങ്ങനെ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് എന്താ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക, അല്ല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്താ അവരുമായിട്ടുള്ള പ്രശ്നം എന്താ, അതെല്ലാം പറഞ്ഞ് അങ്ങനെ മാറ്റി നിങ്ങൾ നല്ല രീതിയിൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ അത്ര നല്ലതല്ലേ, എല്ലാ ഫാമിലിക്കും നല്ലതല്ലേ എന്നുള്ളത് സുനിതയുടെ ഭർത്താവ് പറയുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല മക്കളെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മാറ്റി വിടണം. എന്നിട്ട് അന്ന് രാത്രി സുനിതയുടെ ഭർത്താവ് ഹസ്ബൻഡ് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കും എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇരുണ്ട വെളിച്ചത്തിൽ രണ്ടുപേരും സംസാരിക്കുന്ന ചെറിയ സൗണ്ട് കേൾക്കും. അപ്പം ഗ്ലാസ്സുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്നാൽ സുനന്ദയുടെ അച്ഛൻ സുനന്ദയോട് പറയുവാണ്, നീ എന്തിനാ വീട്ടിൽ പോയത്, നീ പോയി കഴിയുമ്പോഴത്തേക്ക് അവന്മാർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ കളിപ്പിക്കുമല്ലോ, അല്ല നിന്നെ കളിപ്പിക്കും, നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവൻ ആ വിഷയങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതായിട്ടൊരു പ്രശ്നങ്ങൾ നീ മനസ്സിലാക്കുന്നില്ല സുനന്ദയെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഈ കുടുംബം വരെ നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാതാക്കി കളയില്ല അവർ, കാരണം നീ ആ കുടുംബത്തിലോട്ടാണ് കയറുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് കേട്ട് നിൽക്കുന്നതായിട്ടുള്ള സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഗ്ലാസ് താഴെ വീഴുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പം അപ്പോഴത്തേക്ക് സുനന്ദയും അച്ഛനും കൂടി ചേർന്ന് ഇപ്പോൾ അവനെ നോക്കുന്നുണ്ട്, നമ്മുടെ മരുമോനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനാണ് നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ ലാസ്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.